to our YouTube channel, പൊന്നുമണി ഒഫീഷ്യൽ. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ ആര്യങ്കാവിലെ പാലരുവി എന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഞങ്ങളുടെ കൂടെ പൊന്നുമണിയുടെ മാമനുമുണ്ട്. 2 ബൈക്കിലായിട്ടാണ് യാത്ര. ഇടമൺ 34 നിന്നുമാണ് യാത്ര ആരംഭിക്കുന്നത്. വഴിയിലുടനീളം നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനുണ്ട്. തെന്മല, കഴുതുരുട്ടി, ഇടപ്പാളയം വഴിയാണ് ആര്യങ്കാവിലെ പാലരുവിയിലേക്ക് എത്തേണ്ടത്. ഈ കാണുന്നതാണ് 13 കണ്ണറ പാലം. കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപം കഴുതുരുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു പാലമാണ് 13 കണ്ണറ പാലം. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയായിരുന്നത് മാറ്റി പുതുക്കി പണിഞ്ഞ് ഇപ്പോൾ ബ്രോഡ് ഗേജ് ആക്കിയിട്ടുണ്ട്. പാലത്തിന് താഴെയായി കൊല്ലം തിരുമംഗലം ദേശീയപാതയും കടന്നു പോകുന്നു. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് 13 കണ്ണറ പാലം. കണ്ണറ പാലത്തിന് 13 കമാനങ്ങളുണ്ട്. ഇവ കൊളോണിയൽ കാലഘട്ടത്തിന്റെ നിർമ്മിതികളുടെ പ്രത്യേകതകളാണ്. 337 അടി നീളവും 17 അടി ഉയരവുമാണ് പാലത്തിനുള്ളത്. കാണുന്നതാണ് പാലം പുതുക്കി പണിയുന്നതിന് മുമ്പെയുള്ള ചിത്രം. ഇതാണ് പുതുക്കി പണിഞ്ഞതിന് ശേഷമുള്ള ചിത്രം. 13 കണ്ണറ പാലത്തിൽ നിന്നും 10 കിലോമീറ്ററാണ് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് ഉള്ളത്. ഞങ്ങളിപ്പോൾ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസിലാണ് ഉള്ളത്. എൻട്രൻസിൽ നിന്നും പാർക്കിങ്ങിലേക്ക് 150 മീറ്റർ ദൂരമാണുള്ളത്. എൻട്രൻസിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടും. ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ വലിയ ചൂട് ഉള്ളതായി അനുഭവപ്പെട്ടില്ല. ദൂരെ നിന്നും തന്നെ പാർക്കിംഗ് കാണാം. ഹോളിഡേയ്സിൽ തിരക്ക് കൂടാനാണ് സാധ്യത. സ്വകാര്യ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. എല്ലാ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യേണ്ടതാണ്. ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 70 രൂപയും 2 വീലർ പാർക്കിങ്ങിന് 25 രൂപയുമാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. 70 രൂപ ടിക്കറ്റിൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ബസ് ടിക്കറ്റും ഉൾപ്പെടും. സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാതെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ കൺട്രോളിൽ പാലരുവി എക്കോ ടൂറിസം പദ്ധതിയുടെ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇതിനായി 5 ബസ്സുകളാണ് ഉള്ളത്. ചെയിൻ സർവീസ് പോലെ ഓരോ 10 മിനിറ്റിലും ബസ്സുകൾ വന്നു പോകും. ഈ വരുന്നതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ്. ബസ്സിൽ ആരെയും നിന്നു പോകാൻ അനുവദിക്കുന്നതല്ല. ബസ്സിൽ കയറുന്നതിന് മുന്നേ ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൈകുന്നേരം 4 മണി വരെയാണ് പ്രവേശനം ലഭ്യമാവുക. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. മുകളിലേക്കുള്ള വഴിയിൽ ഉടനീളം വലതുവശത്ത് പാലരുവിയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളവും ഇടതുവശത്തായി വനവുമാണ് കാണാൻ സാധിക്കുക. പാർക്കിങ്ങിൽ നിന്നും മുകളിലേക്ക് 4 കിലോമീറ്ററാണ് ഉള്ളത്. ഞങ്ങൾ അങ്ങനെ മുകളിലെത്തി. ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള കവാടം. ആർട്ടിഫിഷ്യലായി നിർമ്മിച്ച പാലരുവിയുടെ ഡെമോയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും 200 മീറ്റർ നടന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അരികിലെത്താം. ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ട്. കുട്ടികളുടെ കയ്യിൽ ആഹാര സാധനങ്ങൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പാലരുവിക്ക് ഏതാണ്ട് 300 അടി ഉയരമുണ്ട്. ഇത് ഇന്ത്യയിലെ 40ാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ്. സഹ്യപർവ്വത നിരകളിൽപ്പെട്ട രാജാക്കൂപ്പ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് 300 അടി പൊക്കത്തിൽ നിന്നും പാലൊഴുകുന്നത് പോലെ വെള്ളം പതഞ്ഞ് താഴേക്ക് പതിക്കുന്നതിനാലാണ് പാലരുവിക്ക് ഈ പേര് ലഭിച്ചത്. രാജവാഴ്ച കാലം മുതൽ തന്നെ ഒരു സുഖവാസ കേന്ദ്രമായി പാലരുവി അറിയപ്പെട്ടിരുന്നു. പാലരുവി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ അസുഖങ്ങൾ ഭേദമാകുമെന്ന് സമീപവാസികൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിന് ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് ചില വിദഗ്ധർ കരുതുന്നു. ഉൾവനങ്ങളിലെ ഔഷധ സസ്യങ്ങളെ തഴുകി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിന് ഔഷധ ഗുണമുണ്ടാകും എന്നാണ് അവരുടെ വാദം. രാജവാഴ്ചയുടെ അവശേഷിപ്പുകളായ കുതിരലായവും ഒരു കൽമണ്ഡപവും ഇവിടെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. ഇവയും സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചയാണ്. ഇവിടെ നിന്നും വെള്ളച്ചാട്ടം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. രാജഭരണകാലത്ത് നായാട്ടിനും വിശ്രമത്തിനുമായി രാജാക്കന്മാർ ഇവിടെ എത്തിയിരുന്നു. കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പാലരുവിയിലെ സ്നാനഘട്ടം തകർന്നു തരിപ്പണമാവുകയും രാജാക്കന്മാർ തെങ്കാശി കുറ്റാലത്തേക്ക് ശ്രദ്ധ തിരിച്ചു എന്നാണ് ചരിത്രം. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡ്സിനെ അതാത് സ്പോട്ടുകളിൽ നിയോഗിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നവർ ലൈഫ് ഗാർഡ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാറകൾക്ക് നല്ല വഴുവഴുപ്പുള്ളതിനാൽ തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. കുട്ടികളുമായി പോകുന്നവർ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. വെള്ളത്തിനടിയിലെ പാറയ്ക്കുള്ളിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
പൊന്നുമണിയുടെ മാമനും അച്ഛനും കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ബൈക്ക് കീയും പേഴ്സും ഡ്രസ്സും ഒക്കെ തന്നിട്ട് അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. ഫാമിലി ബാത്തിങ് ഏരിയയും ലേഡീസിന് മാത്രം കുളിക്കാനുള്ള ബാത്തിങ് ഏരിയയും ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്നപ്പോൾ പൊന്നുമണിക്ക് കഴിക്കാൻ എന്തേലും വാങ്ങണം. ഈ കാണുന്നത് ഒരു ടീ ഷോപ്പാണ്. ഈ ഒരു ടീ ഷോപ്പ് മാത്രമാണ് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഉള്ളത്. ഇവിടെ ചായയും വടയും ഒക്കെയാണ് ലഭിക്കുക. ഞങ്ങൾ ചായ കുടിച്ച് ബസ്സിൽ കയറാനുള്ള ക്യൂവിൽ നിന്നു. ഒരു 15 മിനിറ്റ് കാത്തുനിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബസ്സിൽ കയറാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ തിരികെ പാർക്കിങ്ങിലെത്തി. ഞങ്ങൾ തിരികെ പാർക്കിങ്ങിലെത്തുമ്പോൾ 4 മണിയാണ് സമയം. അപ്പോഴും വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഈ യാത്ര നല്ല അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നാനാണ് സാധ്യത. കൊല്ലം ജില്ലയിൽ വിനോദസഞ്ചാരത്തിനായി എത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് പാലരുവി വെള്ളച്ചാട്ടം. കൊല്ലത്ത് നിന്നും 75 കിലോമീറ്ററാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. കൊല്ലത്ത് നിന്നും ബസ്സിലോ ട്രെയിനിലോ ആര്യങ്കാവിൽ എത്തുകയാണെങ്കിൽ അവിടെ നിന്നും 2.5 കിലോമീറ്റർ മാത്രമാണ് വെള്ളച്ചാട്ടത്തിലേക്ക് ഉള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.